സ്റ്റുഡൻസ് ആണ്, പാസ് ഔട്ട് ആയിട്ടില്ല, പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കാർ നിർമ്മിച്ചിരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്? നമ്മുടെ ഈ വണ്ടി എന്ന് പറയുമ്പം പണിഞ്ഞിട്ടുള്ളത് ഷെല്ലെക്കോ മാരത്തോൺ എന്ന് പറഞ്ഞൊരു ഇവൻറ്റിന് വേണ്ടിയിട്ടാണ്. അത് ഈ 2025 നമ്മൾ ഖത്തർ ദോഹ ലുസൈൽ ഇൻ്റർനാഷണൽ സർക്യൂട്ടിലാണ് നടന്നത്. അപ്പോൾ ഈ ഇവൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും മോസ്റ്റ്ലി എഫിഷ്യൻസി ഇസ് ദ മെയിൻ ഗോൾ. അപ്പോൾ അത് ആ ഒരു റൂൾ ബുക്ക് അനുസരിച്ച് മാക്സിമൈസിങ് എഫിഷ്യൻസി ആസ് വെൽ ആസ് കീപ്പിംഗ് സേഫ്റ്റി കൺസേൺസ് ഇൻ മൈൻഡ് ഇസ് വാട്ട് വി ഹാവ് ഡൺ വിത്ത് ദിസ് വെഹിക്കിൾ. അപ്പോൾ ഈ വണ്ടി എന്ന് പറയുമ്പോഴത്തേക്കും ദ പ്രിൻസിപ്പൽ ഫീച്ചേഴ്സ് ദാറ്റ് വി ക്യാൻ സേ ഇസ് നമ്മളൊരു ബയോമിമിക്രി, അതായത് ഈ മാൻറ്ററി അണ്ടർ വാട്ടർ ഒരു ക്രീച്ചറാണ്. ആ ക്രീച്ചറിൻ്റെ ഒരു ലൈക്ക് ഡിസൈൻ, ആ നേച്ചർ കാണിക്കുന്ന ഡിസൈൻ, അതിൻ്റെ ബയോമിമിക്രി ചെയ്തിട്ടാണ് നമ്മുടെ വണ്ടീൻ്റെ ഡിസൈൻ ഉണ്ടാക്കിയത്. സോ വാട്ട് വി ക്യാൻ സേ ഇസ് ഇറ്റ്സ് എയറോഡൈനാമിക്കലി എഫിഷ്യൻറ്റ്. പിന്നെ നമ്മുടെ മെയിൻ ഇന്നോവേഷൻസ് വരുന്നത് ഇസ് വൺ, വി ഹാവ് എ മൈക്രോ കൺട്രോളർ വിച്ച് ഇസ് ഓഫ് ദ സൈസ് ഓഫ് എൻ ATM കാർഡ്, ആൻഡ് സെക്കൻഡ്ലി we have a body panel which is made of a flax composite, so naturally ഒരു EV തന്നെ നിർമ്മിക്കാനുള്ള കാരണം എന്താണ്? So event എന്ന് പറയുമ്പോഴത്തേക്കും there are multiple categories. ഒന്നെന്ന് പറയുമ്പോൾ the two main subdivisions are urban concept and a prototype, and we have decided to compete in prototype as it is more easier for a rookie team. നമ്മളാണ് ആദ്യമായിട്ടാണ് പോകുന്നത്, അപ്പം rookie team ആയതുകൊണ്ട് പ്രോട്ടോടൈപ്പ് നോക്കി. പിന്നെ പ്രോട്ടോടൈപ്പിൻ്റെ അകത്ത് തന്നെ there is other subdivisions such as hydrogen fuel cell and IC internal combustion and EV. അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ ഡൂബിൾ ആസ് ഇൻ വി ക്യാൻ കമ്പൈൻ ഇൻ്റർഡിസിപ്ലിനറി ലൈക്ക് ഒരു എൻഡവർ ആക്കാൻ പറ്റുന്നത് നമുക്ക് EV ആയിരുന്നു. സോ ടു എൻകറേജ് ഇലക്ട്രിക്കൽ പാർട്ടിസിപ്പേഷൻ വി തോട്ട് EV വുഡ് ബി ആ ബെസ്റ്റ് വേ ഗോയിങ് ഫോർവേഡ്, ഒരു എൻഷുറിങ് എ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ. ഇപ്പോൾ EV പ്രോട്ടോടൈപ്പ് നിർമ്മിച്ചു, നെക്സ്റ്റ് ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്? ഫ്യൂച്ചർ പ്ലാൻസ് ഇപ്പം പ്രോട്ടോടൈപ്പ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കോമ്പറ്റീഷനിൽ തന്നെ കൂടുതൽ എഫിഷ്യൻസി കൊണ്ടുവരാനായിട്ടാണ് ഞങ്ങൾ നോക്കുന്നത്. ഇതിപ്പോൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മാക്സിമം പുഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല നമ്മുടെ എഫിഷ്യൻസിയുടെ കാര്യത്തിൽ. നമ്മൾ ഈ വർഷം സേഫ്റ്റി ഇൻസ്പെക്ഷനും ടെക്നിക്കൽ ഇൻസ്പെക്ഷനും പാസ്സായി, പക്ഷേ ബാക്കി കാര്യങ്ങളിൽ നമ്മൾ ഇനി നെക്സ്റ്റ് ഇയർ നമ്മൾ നോക്കുന്നത്.